അസ്സലാമു അലൈക്കും. നമ്മൾക്കിന്ന് കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അതിൽ ആദ്യത്തേതാണ് ഈ കാണുന്ന കിഡ്സ് ഗേൾസ് ഫ്രോക്ക്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ വൈറ്റും റെഡും തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്നും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കോമ്പോ കണ്ടിട്ട് തന്നെയാണ് ഇത് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ അടിപൊളിയാണ്. ക്വാളിറ്റി വൈസും അടിപൊളിയാണ്. അതുപോലെ തന്നെ പ്രൈസിന് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബെൽറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് എന്താ പറയുക, അടിപൊളി സംഭവം തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ഓർഡർ ചെയ്ത സൈസ് കിട്ടുമ്പോഴേക്കും അത് ചെറുതായിപ്പോയി. എന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനല്ലേ. ഞാനതിനെ ക്യാൻസലൊന്നും ആക്കാൻ നിന്നിട്ടില്ല. അതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വലിയൊരു സൈസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുന്നു. ഇനി അടുത്തത് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ, ഈ മൾട്ടി കളർ ഐലൈനറിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അന്നേ ഇത് ആഡ് ടു കാർട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഇതൊന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് അവസാനം അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളർ ഐലൈനറാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു കളറാണ് വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തും കൂടി നോക്കാമെന്ന് കരുതിയിട്ട് ഞാനതൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല ആ ഒരു തിക്ക് കളറിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ഈ ഒരു ഐലൈനറിന് നമുക്ക് ഒരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കാം. കാരണം അത് അടിപൊളിയാണ്. വാട്ടർ പ്രൂഫ് ഒന്നല്ല, ഒന്ന് തുടച്ചാൽ ഞാൻ പോകുന്നൊരു സംഭവമാണ്. പക്ഷേ കളറ് അടിപൊളിയായിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് കളർ യെല്ലോ ആണ് എടുത്തിട്ടുണ്ടായത്. ഞാൻ നല്ല ത്രില്ലിങ്ങോട് കൂടിയിട്ടാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായത്. പക്ഷേ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത്രയ്ക്കും കളറൊന്നും അതിൽ വരുന്നുണ്ടായിട്ടില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ബോട്ടിലിൽ ഇട്ടിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഇട്ട് നോക്കിയാൽ കുറച്ചെങ്കിലും കളറ് വരുന്നുണ്ട്. നമുക്കതിനൊരു 6.5 കൊടുക്കാം. ഇനി അടുത്തത് ഇതൊക്കെ കൂടിയിട്ടൊന്ന് തുടച്ച് കളയട്ടെ. അടുത്ത കളർ എടുത്തത് ഒരു സിൽവർ കളർ മോഡലാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അതും അത്രയ്ക്ക് തിക്കായിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല. കുറേ സമയം ഇങ്ങനെ ഇട്ട് കുലുക്കിയൊക്കെ നോക്കിയിട്ട് അതിനകത്തുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ഇങ്ങനത്തെ കളറൊന്നും നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യൂലല്ലോ. പക്ഷേ എന്താ പറയുക, ഓക്കെ ആണ്, അടിപൊളിയാണ്. ഒരു സിൽവർ കളറൊക്കെ കാണുന്നുണ്ട്. അതിനൊരു നമുക്ക് 7 മാർക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ അതും കൂടി തുടച്ച് കളഞ്ഞിട്ട് ലാസ്റ്റ് അവസാനത്തതൊന്ന് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറാണ് അവസാനത്തത് വന്നിട്ട്. അപ്പോൾ അതിട്ട് നോക്കുമ്പം കുറച്ചുകൂടി നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലും 2-3 തവണ കുലുക്കിയിട്ട് തന്നെയാണ് ഈ ഒരു തിക്നെസ് കളർ കിട്ടുന്നത്. പക്ഷേ കളർ വൈസ് അടിപൊളിയാണ്. ഇതിനൊരു 7.5 മാർക്ക് നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൾട്ടി കളർ ഐലൈനർ കോംബോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് വേർത്താണോ എന്ന് ചോദിച്ചാൽ വേർത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് ഏത് കളറാണ് അടിപൊളിയായിട്ടുള്ളതെന്ന്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഗേൾസ് കിഡ്സിൻ്റെ ഒരു ഡ്രസ്സാണ്. ബ്ലാക്ക് കളറാണ്. ഒരു ടോപ്പും പാൻറ്റും ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് കളർ എപ്പോഴും ട്രെൻഡിങ് അല്ലേ, അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. പാൻറ് നല്ല അടിപൊളിയായിട്ട് കീറിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ടോപ്പ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴേക്കും അതിലുമുണ്ട് നല്ല അടിപൊളിയായിട്ട് കീറല്. മീഷോ മാമൻ ഇങ്ങനെ പണി തരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ലക്കിനാണ് ഓരോ ടൈമിൽ മീഷോയിൽ നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടല്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. 2 ഡ്രസ്സും തന്നെ റിട്ടേൺ അടിച്ച് അതിൻ്റെ വലിയ സൈസ് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇനി അത് വന്നാൽ എന്താ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്